ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോശ വംശ പരമ്പര സിദ്ധാന്തം. കോശ വംശ പരമ്പര സിദ്ധാന്തം പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് 1855 റുഡോൾഫ് വിർഷോയാണ്. അപ്പം ആ റുഡോൾഫ് വിർഷോയുടെ 1855 കോശ വംശ പരമ്പര സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സെൽ ലീനേജ് എന്ന് പറയുന്ന ഈ സിദ്ധാന്ത പ്രകാരമാണ് എന്ത് വന്നത്, ഈ കോശ സിദ്ധാന്തത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം അല്ലെ, അല്ലെങ്കിൽ കോശ സിദ്ധാന്തം പൂർണ്ണമാകുന്നത് ഈ കോശ വംശ പരമ്പര സിദ്ധാന്തത്തോടുമാണ്. അപ്പൊ ഈ കോശ വംശ പരമ്പര സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് ഇതാണ്. അതായത് കോശ വംശ പരമ്പര സിദ്ധാന്തം എന്നാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, എന്താണ് നേരത്തെ അവര് നിരാകരിച്ച അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാതിരുന്ന കാര്യം ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. എന്താണ്, അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്, നിലവിലുള്ള കോശത്തിൽ നിന്നുമാണ്. അല്ലെ, നിലവിലുള്ള കോശത്തിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം ദി പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നുള്ളത് അല്ലെ. അപ്പം ഇത് അവരുടെ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഒരു ടേം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ദാറ്റ് ഈസ് ഓമിനിസ് സെല്ലുല ഈ സെല്ലുല എന്നുള്ളത് അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓമിനിസ് സെല്ലുല ഈ സെല്ലുല അല്ലെ, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഓമിനിസ് സെല്ലുല ഈ സെല്ലുല. അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് നിലവിലുള്ള കോശത്തിൽ നിന്നുമാണ്. ഇതാണ് കോശ വംശ പരമ്പര സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കോശങ്ങൾക്ക് വിഭജനം നടന്നാണ്, ക്ലീവേജ് സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് റുഡോൾഫ് വിർഷോ കണ്ടെത്തി. അതാണ് അദ്ദേഹത്തിന്റെ കോശ വംശ പരമ്പര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൻ പ്രകാരം കോശവംശ പരമ്പര 1855 കോശവംശ പരമ്പര സിദ്ധാന്ത പ്രകാരം ഇപ്പോഴത്തെ പരിഷ്കരിച്ച കോശ സിദ്ധാന്തത്തിന്റെ രൂപം എന്ന് പറയുന്നത്, അതായത് കോശ സിദ്ധാന്തത്തിന്റെ പുതിയ പതിപ്പ് അല്ലെങ്കിൽ പരിഷ്കരിച്ച പതിപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കോശ സിദ്ധാന്തം നോക്കിക്കഴിഞ്ഞാൽ, കോശ സിദ്ധാന്തത്തിന്റെ പുതിയ പതിപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതും ചോദിക്കാം നമ്മളോട്. അപ്പൊ കോശ സിദ്ധാന്തത്തിന്റെ പുതിയ പതിപ്പിൽ പറയുന്നത് അല്ലെങ്കിൽ പരിഷ്കരിച്ച രൂപം പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്, സമാന ജീവികളിൽ സമാന കോശഘടനയും രൂപവും. ഒന്നാമത്തത് പറയുന്നത് സമാന ജീവികളിൽ സമാന കോശഘടനയും സമാന കോശഘടനയും രൂപവും. അതായത് സമാനമായ ജീവികളിൽ, ഇപ്പൊ 46 ക്രോമസോം ഉള്ള എല്ലാ ജീവികളിലും അവരുടെ കോശഘടനയും രൂപവും ഒക്കെ സമാനമായിരിക്കും അല്ലേ. റൈസസുകൾ തമ്മിൽ അങ്ങോട്ട് ഇപ്പം കോക്കസോയിഡ്, മംഗ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ ആ ഒരു റൈസസ് മാറുന്നതല്ലാതെ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് അല്ലെ. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൽ ജാതിയും മതവും വർഗവും വർണ്ണമൊന്നുമില്ല. മനുഷ്യനായിട്ട് തന്നെയാണ്. 46 ക്രോമസോമുകളുള്ള മനുഷ്യൻ എന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെയാണ്. അതിൽ കോക്കസോയിഡ് ആയിരുന്നാലും നീഗ്രോയിഡ് ആയിരുന്നാലും മംഗ്ലോയിഡ് ആയിരുന്നാലും എല്ലാവരും സെയിം. അവർക്ക് എല്ലാവർക്കും സമാനമായ കോശഘടനയും സമാനമായ രൂപവുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിറത്തിലുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിലും എന്തായിരിക്കും, മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ തന്നെയായിരിക്കും. സിംഹം അടിസ്ഥാനപരമായിട്ട് സിംഹം തന്നെയായിരിക്കും. ഫെലിസ് ലിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെലിസ് ടൈഗ്രിസ് എന്ന് പറയുന്ന ആള് ഫെലിസ് ടൈഗ്രിസ് തന്നെ ആയിരിക്കും. അതിൽ വ്യത്യാസമൊന്നും വരത്തില്ല എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, രണ്ടാമതായിട്ട് കോശ സിദ്ധാന്തത്തിന്റെ പരിഷ്കരിച്ച രൂപം പറഞ്ഞ സമാന രാസവസ്തുക്കളും തന്മാത്രാ ഘടനയും. ഇതാണ് സമാന രാസവസ്തുക്കളും അതുപോലെ തന്നെ സമാന ഘടനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമാന ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിക്കൊള്ളുക. എന്ത് ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്ര ഘടന. സമാന രാസവസ്തുക്കളും സമാന തന്മാത്രാ ഘടനയും എന്നുള്ളതാണ്. തന്മാത്രാ ഘടനയും, അതായത്
ഇവരുടെയൊക്കെ ബോഡി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശരീര ധർമ്മശാസ്ത്രം ഫിസിയോളജിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫിസിയോളജിയോ ബയോകെമിസ്ട്രിയോ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്പീഷീസിലുള്ളതും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും ഇപ്പൊ മനുഷ്യനിലുള്ള പ്രോട്ടീനുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കോക്കസോയിഡായാലും നെഗ്രോയിഡായാലും മംഗ്ലോയിഡായാലും എല്ലാവരിലും ഒരേ രാസവസ്തുക്കളുടെ ഘടന തന്നെയായിരിക്കും. അവരുടെ തന്മാത്ര ഘടന ഓരോ ഇപ്പൊ സെൽസിന്റെ തന്മാത്ര ഘടന എടുത്തു കഴിഞ്ഞാൽ കോശത്തിന്റെ തന്മാത്ര ഘടന ഒരേപോലെ ആയിരിക്കും. എല്ലാ സിംഹങ്ങളുടെയും ഒരേപോലെ ആയിരിക്കും തന്മാത്ര ഘടന എന്ന് പറയുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്പീഷീസ് വേരിയേഷൻസ് അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട്. ഓക്കെ, വ്യത്യാസങ്ങൾ വരാറുണ്ട്, വ്യത്യാസങ്ങൾ ഇല്ലെന്ന് പറഞ്ഞില്ല. എന്നാലും സമാന രാസവസ്തുക്കളും തന്മാത്ര ഘടനയും സമാനമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഇത്തരത്തിലുള്ള കോശങ്ങളിൽ എന്തടങ്ങിയിട്ടുണ്ടെന്നാണ്? പാരമ്പര്യ ഘടകം, ജനറ്റിക് മെറ്റീരിയൽ, പാരമ്പര്യ ഘടകം അടങ്ങിയിട്ടുണ്ട്. പാരമ്പര്യ ഘടകം അടങ്ങിയിട്ടുണ്ട് അല്ലെ? എല്ലാവരിലും എന്ത് ചെയ്തിട്ട് എല്ലാ സെൽസിലും, ഇപ്പൊ ഒരു സെൽസ് എടുത്തു കഴിഞ്ഞാൽ സെൽസിനുള്ളിലെ ന്യൂക്ലിയസിൽ അതിന്റെ മർമ്മത്തിലായിരിക്കും മർമ്മം ഉണ്ടായിരിക്കും. ആ മർമ്മത്തിനുള്ളിലായിരിക്കും അതിന്റെ ക്രോമസോം കാണപ്പെടുന്നത് അല്ലെ? അതിന്റെ ക്രോമസോം ഉള്ളത്, മർമ്മത്തിനുള്ളിൽ ക്രോമസോം കാണും. ആ ക്രോമസോമിനുള്ളിൽ DNA കാണും, അതായത് ന്യൂക്ലിക് ആസിഡ് കാണും. ആ ന്യൂക്ലിക് ആസിഡിനുള്ളിലായിരിക്കും ജീൻ എന്ന് പറയുന്ന ആളിരിക്കുന്നത്. ആ ജീൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പാരമ്പര്യ ഘടകം. ഒരു കോശങ്ങളിലെ അല്ലെങ്കിൽ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന പാരമ്പര്യ ഘടകം എന്ന് നമ്മൾ പറയുന്നത് ജീനാണ് പാരമ്പര്യ ഘടകം എന്ന് പറയുന്നത്. അപ്പം ആ പാരമ്പര്യ ഘടകം എല്ലാ ആൾക്കാരിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ആ ജീനുകൾ അല്ലെ? അതായത് ഓരോ സ്പീഷീസിന്റെയും, ഓരോ വർഗം ജീവികളുടെയും അവരുടെ സ്വഭാവത്തെ, അവരുടെ സ്വഭാവ ഗുണങ്ങളെ, അവരുടെ തന്മാത്രാ ഘടനയെ, അവരുടെ രൂപത്തെ അല്ലെ, ആ കോശഘടനയെ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവരുടെ കോശത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന പാരമ്പര്യ ഘടകമാണ്, ജീനാണ് എന്നാണ് ആര് പറയുന്നത്? പുതിയ കോശ സിദ്ധാന്തം പറയുന്നത്. ഇതാണ് പുതിയ പതിപ്പ് കോശ സിദ്ധാന്തത്തിന്. അതായത് റുഡോൾഫ് വിർഷയുടെ കണ്ടെത്തലിന് ശേഷം ഉണ്ടായിരിക്കുന്ന കോശ സിദ്ധാന്തത്തിന്റെ പരിഷ്കരിച്ച രൂപം എന്ന് പറയുന്നത് ഇതാണ്. സമാന ജീവികളിൽ സമാന കോശഘടനയും രൂപവും, സമാന രാസവസ്തുക്കളും സമാന തന്മാത്രാ ഘടനയും, അതുപോലെ കോശങ്ങളിൽ പാരമ്പര്യ ഘടകം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കോശ സിദ്ധാന്തത്തെ പുനരാവിഷ്കരിച്ചത് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ 1855 വന്ന ഈ ഒരു തിയറിയെ, കോശവംശ പാരമ്പര്യ സിദ്ധാന്തത്തെ വെച്ചുകൊണ്ടാണ് 1858 ഇദ്ദേഹം റുഡോൾഫ് വിർഷോ എന്ത് ചെയ്തത്? കോശ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചത്. ആ പുനരാവിഷ്കരിച്ചതാണ് ഞാനിവിടെ താഴെ എഴുതിയിരിക്കുന്നത്, ഈ കോശ സിദ്ധാന്തം എന്നുള്ള ഈ 3 പോയിന്റുകൾ എഴുതിയിരിക്കുന്നത്. സമാന ജീവികളിൽ സമാന കോശഘടനയും രൂപവും, സമാന രാസവസ്തുക്കളും തന്മാത്ര ഘടനയും, കോശങ്ങളിൽ പാരമ്പര്യ ഘടകം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ കോശത്തിന്റെ കുറച്ച് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ക്ലീവേജ്, സെൽ ഡിവിഷൻ എന്ന് പറയുന്ന അല്ലെ, കോശ വിഭജനം എന്ന് പറയുന്നത്. കോശ വിഭജനം നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ 2 തരത്തിലുള്ള കോശ വിഭജന പ്രക്രിയയെ പറ്റി പഠിക്കണം. അതിന്റെ സ്റ്റേജസുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ജനറ്റിക്സുമായിട്ടും സെൽ ബയോളജിയുമായിട്ടും എംബ്രിയോളജിയുമായിട്ടും ഒക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഈ കോശ വിഭജനം എന്ന് പറയുന്നത്. അപ്പം അതില് നമുക്കറിയാം 2 തരം കോശ വിഭജന പ്രക്രിയകളാണ് മിയോസിസ് ആൻഡ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ക്രമഭംഗവും മൈറ്റോസിസും, ഊനഭംഗവും മിയോസിസും. അപ്പൊ അതിലാദ്യം നമ്മൾ ക്രമഭംഗത്തിലേക്ക് പോയി കഴിഞ്ഞാല് ക്രമഭംഗം എന്ന് പറയുന്നത് ക്രമഭംഗം അല്ലെങ്കിൽ നമ്മൾ അതിനെ മൈറ്റോസിസ് എന്ന് പറയും. ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രമഭംഗത്തെ കുറിച്ച്, മൈറ്റോസിസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രമഭംഗം എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത് പ്രധാനമായിട്ടും എന്ത് തരം കോശവിഭജനമാണ്? ക്രമഭംഗത്തിൽ നടക്കുന്ന കോശവിഭജനം എന്ന് പറയുന്നത് സൊമാറ്റിക് കോശവിഭജനമാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റത് സെക്സ് സെല്ലിൽ നടക്കുന്നതാണ്. ഏത്? മിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് സൊമാറ്റിക് കോശങ്ങളിൽ അല്ലെങ്കിൽ സൊമാറ്റിക് കോശ വിഭജനം,
സൊമാറ്റിക് കോശ വിഭജനം എന്നുള്ളതാണ്. സൊമാറ്റിക് കോശ വിഭജനം എന്ന് പറയുന്നതാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. സൊമാറ്റിക് കോശങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ, അല്ലെങ്കിൽ നമുക്കതിനെ ശരീരകോശങ്ങൾ എന്ന് വിളിക്കാം. ശരീരകോശങ്ങൾ. ആ ശരീരകോശങ്ങളിൽ നടക്കുന്ന വിഭജനമാണ് എന്ന് പറയുന്നത് ക്രമഭംഗം എന്ന് പറയുന്നത്. ശരീരകോശങ്ങൾ നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ശരീരകോശങ്ങളിൽ നടക്കുന്ന നമ്മുടെ കൈ ഉണ്ടാകുന്നതിനും കാലുണ്ടാകുന്നതിനും കണ്ണുണ്ടാകുന്നതിനും മൂക്കുണ്ടാകുന്നതിനും ചെവി ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആ കോശവിഭജനം. മറ്റത് ഗൊണാഡുകളിലെ ഒന്നല്ല, ഗൊണാഡുകൾക്കുള്ളിൽ രൂപപ്പെടുന്ന എന്താണ് കോശങ്ങൾ, അല്ലെങ്കിൽ ലൈംഗിക കോശങ്ങളുടെ, അണ്ഡത്തിന്റെയും അതുപോലെ തന്നെ പുംബീജത്തിന്റെയും വിഭജനം സാധ്യമാക്കുന്ന തരത്തിലുള്ള കോശവിഭജനമാണ് മിയോസിസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്ന അതല്ല, നമ്മുടെ സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്ന സൊമാറ്റിക് കോശ വിഭജനം, അല്ലെങ്കിൽ ക്രമഭംഗം, അല്ലെങ്കിൽ മൈറ്റോസിസ്. ഞാൻ എന്താണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, ഇത് നമ്മളെ വൃത്തിയായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സെൽ ബയോളജിയിൽ കേട്ടോ, വളരെ വൃത്തിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെയാണ്. നമുക്കറിയാം, ഇപ്പൊ ഈ കോശവിഭജനം പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ജെനറ്റിക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് കോശവിഭജനത്തില് ക്രോമസോംസ് ക്രൊമാറ്റിൻ റെട്ടിക്കുലമായിട്ട്, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ നൂലുകളായിട്ട്, ക്രൊമാറ്റിൻ റെട്ടിക്കുലയായിട്ട്, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ത്രെഡ്സ് ആയിട്ടൊക്കെ നമുക്ക് വിസിബിൾ ആവുന്നത്. അത് ഏത് അവസരത്തിലാണ്, അതായത് കോശവിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അത് സാധ്യമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കും. മെറ്റാഫേസിലും അനാഫേസ്, സെൽ ഡിവിഷനിൽ കോശവിഭജനത്തിലെ മെറ്റാഫേസ് ആൻഡ് അനാഫേസ് എന്ന് പറയുന്ന ആ ഫേസിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഓരോ ക്രോമസോംസും 2 ആംസ് ഒക്കെ ആയിട്ട് മാറപ്പെടുന്നത്. അതായത് ഓരോ ആംസും ഈക്വലി എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് 2 പകുതിയായിട്ട് മാറുന്നതും, അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന ആ ലോങ്ജിറ്റ്യൂഡിലായിട്ടുള്ള ക്രൊമാറ്റിഡ്സിനെ ലോങ്ജിറ്റ്യൂഡിലായിട്ടുള്ള അതിനെ നമ്മൾ ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തന്നെ മലയാളം ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അതില് ക്രമഭംഗം അല്ലെങ്കിൽ സൊമാറ്റിക് കോശ വിഭജനം കണ്ടെത്തിയത്, ഈ സൊമാറ്റിക് കോശ വിഭജനം കണ്ടെത്തിയത്, നമ്മളിപ്പോ ആ തിയറിയിലോട്ട് പോകാത്തത് നമ്മൾ ഹിസ്റ്ററി തന്നെ പഠിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് കണ്ടെത്തിയത് എന്താണ്, കണ്ടെത്തിയത് ആരെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ സൊമാറ്റിക് കോശ വിഭജനം, ക്രമഭംഗം, മൈറ്റോസിസ് കണ്ടെത്തിയത് 1882 ഫ്ലെമിംഗ് ആണ്. ഓക്കെ, 1882 ഫ്ലെമിംഗ് ആണ് ഈ സൊമാറ്റിക് കോശ വിഭജനം, മൈറ്റോസിസ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അപ്പൊ ആ ഒരു കാര്യം ഓർത്തിരിക്കുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നേരത്തെ ക്രോമസോം ക്രൊമാറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ ക്രോമസോം കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ ക്രോമസോമിന് ആ പേര് കൊടുത്തതൊക്കെ കുറെ ആൾക്കാരുണ്ട്, അത് വഴിയെ പറയാം നമുക്ക്. ഓക്കെ, അതായത് നമ്മൾ ഹോഫ് മേസറിനെ കുറിച്ചും അല്ലെങ്കിൽ വാൾഡിയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ക്രോമസോം പഠിക്കുമ്പോഴത്തേക്ക്. ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ കോശ വിഭജനത്തെ കുറിച്ച് പഠിക്കുന്നുകൊണ്ടാണ് അത് ആ പേര് മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ക്രമഭംഗത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് സൊമാറ്റിക് കോശങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത്. 1882 ഫ്ലെമിംഗ് ആണ് അത് കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി അടുത്ത വേറൊരാളെ പേര് ഞാനിവിടെ ഓർമ്മിക്കാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഇയറുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ ഇയറും നമ്മൾ വലിച്ചു വാരിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അടുത്തൊരു പേരാണ് ഓസ്കാർ ഹെർട്ടിക്. ഓസ്കാർ ഹെർട്ടിക് എന്ന് പറയുന്നത്. ഓസ്കാർ ഹെർട്ടിക് ആരാണ് ഈ ഓസ്കാർ ഹെർട്ടിക്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ ഓസ്കാർ ഹെർട്ടിക് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗങ്ങളിലൂടെ കടന്നു പോകാത്തവർക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു പേരും കൂടിയാണ് ഈ ഓസ്കാർ ഹെർട്ടിക് എന്ന് പറയുന്നത്. ആരാണ് ഈ ഓസ്കാർ ഹെർട്ടിക് എന്ന് പറയുന്നത്? നോക്കാം ആരാണെന്നുള്ളത്. അതായത് നമുക്കറിയാം, ബീജസംയോഗം നടക്കുമ്പോൾ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, അതായത് 2 ബീജങ്ങളുടെയും, അതായത് അണ്ഡത്തിന്റെയും പുംബീജത്തിന്റെയും, അതായത് ബീജസംയോഗം നടക്കുന്ന സമയത്ത് അല്ലെ,
നോൺ മോട്ടൈലായിട്ടുള്ള അല്ലെ ബീജം അണ്ടമുണ്ട്, അതുപോലെ തന്നെ മോട്ടൈലായിട്ടുള്ള ഒരു വാലും അതുപോലെ തന്നെ നടുക്കൊരു ബോഡിയും പിന്നെ ഒരു തലയുമായിട്ടൊക്കെയുള്ള ബീജവും ഉണ്ട് അല്ലെ. ഈ ബീജത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബീജത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മൈറ്റോകോൺട്രിയ എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ബീജത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. ഏത് ഭാഗത്താണ് മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്? അതായത് അതിന്റെ തലഭാഗമുണ്ട്, മധ്യഭാഗമുണ്ട്, വാൽഭാഗമുണ്ട്. ആ മധ്യഭാഗത്തായിട്ടാണ് മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. അപ്പൊ ഒരു ബീജത്തിന്റെ, അപ്പൊ അതൊക്കെ പഠിക്കേണ്ടതുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ബീജസംയോഗ സമയത്ത് രണ്ട് ബീജങ്ങളുടെയും, അതായത് അണ്ടത്തിന്റെയും അതുപോലെ തന്നെ പുംബീജത്തിന്റെയും, അണ്ടവും പുംബീജവും, ആ അണ്ടത്തിന്റെയും പുംബീജത്തിന്റെയും ഈ മർമ്മങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന്, അണ്ടത്തിന്റെയും പുംബീജത്തിന്റെയും മർമ്മങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ആ മർമ്മങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ട് എന്ന് പറയുന്ന ഒരാളുണ്ടാവുന്നത്. സൈഗോട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തില് സിക്താണ്ഡം എന്ന് വിളിക്കും. സിക്താണ്ഡം എന്ന് പറയുന്നത്, സൈഗോട്ട് അഥവാ സിക്താണ്ഡം എന്ന് പറയുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന് എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന നെക്സ്റ്റ് ബോഡിയാണ് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ സൈഗോട്ടിൽ ഒരു മർമ്മം ഉണ്ടായിരിക്കും. ദിസ് ഈസ് സൈഗോട്ട്, ഇതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ടിലൊരു മർമ്മം ഉണ്ടായിരിക്കും. ഈ മർമ്മം എന്ന് പറയുന്നത് ഇവിടെയുള്ള എഗ്ഗിലെയും അണ്ടത്തിന്റെയും അതുപോലെ തന്നെ സ്പേമിന്റെയും, അണ്ടത്തിന്റെയും സ്പേമിന്റെയും മർമ്മം, ഇവിടെ ഒരു മർമ്മമുണ്ട്, ഇവിടെ ഒരു മർമ്മമുണ്ട്. അപ്പൊ അണ്ടത്തിന്റെയും സ്പേമിന്റെയും മർമ്മങ്ങൾ തമ്മിൽ യോജിച്ചുണ്ടാകുന്നതാണ് ഈ സിക്താണ്ഡത്തിലെ മർമ്മം എന്ന് പറഞ്ഞ വ്യക്തി. അതായത് ബീജസംയോഗ സമയത്ത് രണ്ട് ബീജകോശങ്ങളുടെയും മർമ്മങ്ങൾ കൂടിച്ചേർന്ന് സിക്താണ്ഡത്തിലെ മർമ്മം ഉണ്ടാകുന്നു. സിക്താണ്ഡത്തിലെ മർമ്മം ഉണ്ടാകുന്നു. ഓക്കെ. ബീജസംയോഗ സമയത്ത് ഫെർട്ടിലൈസേഷൻ സമയത്ത് രണ്ട് ബീജകോശങ്ങളുടെയും അണ്ടത്തിന്റെയും പുംബീജത്തിന്റെയും മർമ്മങ്ങള് ഒരുമിച്ച് കൂട്ടിച്ചേർന്നിട്ടാണ്, അത് രണ്ടായിട്ടല്ല ഒരു മർമ്മമായിട്ട് മാറുന്നു. എവിടെ വെച്ച്? സിക്താണ്ഡത്തിൽ വെച്ച്. ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞ ആളാണ് നമ്മളിൽ മുകളിൽ പറഞ്ഞ ആരെന്ന് പറയുന്നത്? ഓസ്കാർ ഹെർട്ടിഗ് എന്ന് പറയും. അപ്പൊ ഓസ്കാർ ഹെർട്ടിഗ് പറഞ്ഞൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ബീജസംയോഗ സമയത്ത് രണ്ട് ബീജകോശങ്ങളുടെയും മർമ്മങ്ങൾ കൂടി ചേർന്ന് സിക്താണ്ഡത്തിലെ മർമ്മം ഉണ്ടാകുന്നു, രൂപപ്പെടുന്നു. നമുക്കറിയാം ഈ എഗ്ഗിന്റെ, അതായത് അണ്ടമുണ്ടാകുന്നത് സ്ത്രീകളിലാണല്ലോ, അതുപോലെ തന്നെ പുംബീജം ഉണ്ടാകുന്നത് പുരുഷന്മാരിലാണല്ലോ. ഈ അണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുംബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ അവരെന്താണ്? അവര് ഡിപ്ലോയിഡുകളാണ് അല്ലെ. ഡിപ്ലോയിഡുകളാണ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ് അല്ലെ. ഡിപ്ലോയിഡുകൾ എന്ന് പറയും. ഏകപ്ലോയിഡുകളും ഡിപ്ലോയിഡുകളും അല്ലെ. അപ്പം ഒരു സ്ത്രീ ആയിട്ട് നിൽക്കുമ്പോൾ, സ്ത്രീ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ഡിപ്ലോയിഡുകളായിരിക്കും, അല്ലെങ്കിൽ 2n ആയിരിക്കും എന്ന് നമുക്കറിയാം. അത് പുരുഷനായിട്ട് നിൽക്കുമ്പോൾ എന്തായിരിക്കും? 2n തന്നെ ആയിരിക്കും. എന്നാൽ എന്താണ് ഈ ബീജകോശങ്ങൾ, ഇവരിൽ നിന്നുണ്ടാകുന്ന അണ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹാപ്ലോയിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏകപ്ലോയിഡ് ആയിരിക്കണം അല്ലെ. അണ്ടം ഏകപ്ലോയിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് n നമ്പർ ആയിരിക്കണം. അതുപോലെ ഈ പുരുഷനിൽ നിന്നുണ്ടാകുന്ന പുംബീജം എന്ന് പറയുന്നതും ഏകപ്ലോയിഡ് ആയിരിക്കണം.
ഏകപ്ലോയിഡ് ആയിരിക്കണം, n നമ്പർ ആയിരിക്കണം, ഏകപ്ലോയിഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഈ എന്നും ഏകപ്ലോയിഡ് ആയിട്ടുള്ള അണ്ടത്തിലെ എന്നും ഏകപ്ലോയിഡ് ആയിട്ടുള്ള പുംബീജത്തിലെ എന്നും കൂടി തമ്മിൽ സംയോജിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? 2n എന്ന് പറയുന്ന അടുത്തൊരു ഇൻഡിവിജ്വല് ഉണ്ടാവുന്നത്. അതായത് 2n അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ട് മാറുന്ന ഒരു ഓർഗാനിസം അല്ലെ. കാരണം നമുക്കറിയാം നമ്മുടെ ക്രോമസോമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു 2 സെറ്റുകളായിട്ടാണ് അല്ലെ. 2 സെറ്റ് ക്രോമസോം, അതായത് 23 പ്ലസ് 23 ഇങ്ങനെ 2 സെറ്റുകളായിട്ട്, അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 46 2n എന്ന് പറയുന്നത്. ഓക്കെ, 2n. അതായത് അപ്പൊ ഇവിടെ പഠിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയാകുമ്പോൾ അയാളെന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും, 2n ആയിരിക്കും. എന്നാൽ അവരിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങൾ ശ്രദ്ധിച്ചോളണം. ബീജകോശങ്ങൾ എല്ലാവർക്കും അറിയാം, കോമൺ പോയിന്റ് ആണ്. ബീജകോശങ്ങൾ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ബീജകോശങ്ങൾ ഹാപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ ഏകപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ n നമ്പർ ആണ്. ബീജകോശങ്ങൾ എപ്പോഴും അണ്ടം n നമ്പർ ആയിരിക്കും, പുംബീജവും n ആയിരിക്കും. അപ്പൊ ബീജകോശങ്ങൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, ഏകപ്ലോയിഡ് ആയിട്ടായിരിക്കും. അപ്പൊ ബീജകോശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏകപ്ലോയിഡുകളായിട്ടാണ്, ഹാപ്ലോയിഡ് ആയിട്ടാണ്, n നമ്പർ ആയിട്ടാണ് എന്ന് കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് വാൻ ബെനിഡൻ. എന്താണ്? വാൻ ബെനിഡൻ. ഇത് ഞാൻ എംബ്രിയോളജി പഠിപ്പിക്കും, നിങ്ങളോട് ചോദിക്കും. ഓക്കെ, വാൻ ബെനിഡൻ എന്ന് പറയുന്നത് വാൻ ബെനിഡൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ബീജകോശങ്ങൾ ഹാപ്ലോയിഡ് ആണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വാൻ ബെനിഡൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യമുണ്ട്. ഓക്കെ, അതായത് ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തിയറീസ് ഒക്കെ നമുക്കുണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് എവല്യൂഷനിലും ജെനറ്റിക്സിലൊക്കെ നമ്മൾ പഠിക്കും, ജെയിംപ്ലാസോം തിയറിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അതായത് ഈ വാൻ ബെനിഡൻ പറയുന്നത് ഒരു ബീജകോശം രൂപീകരിക്കുമ്പോൾ ആ ബീജകോശ രൂപീകരണ വേളയിൽ ബീജകോശങ്ങൾ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആകണം, ഏകപ്ലോയിഡ് ആകണം, n നമ്പർ ആകണം. ഓക്കെ, അപ്പം അടുത്തത് നെക്സ്റ്റ്. അപ്പം വാൻ ബെനിഡൻ പറഞ്ഞിരിക്കുന്നത് ബീജകോശങ്ങൾ ഹാപ്ലോയിഡ് ആണ്, അഥവാ ഏകപ്ലോയിഡ് ആണ്, അഥവാ n നമ്പേഴ്സ് ആണ്. അങ്ങനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആളാണ് വാൻ ബെനിഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കേസാണ് ജെയിംപ്ലാസം തിയറി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസാണ് ജെയിംപ്ലാസം തിയറി. അടുത്തതാണ് എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചിട്ടുള്ളത്, ഒരുപാട് കേട്ടിട്ടുള്ള ഒരു തിയറിയാണ് ഈ ജെയിംപ്ലാസം തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ജെയിംപ്ലാസം തിയറി. ജെയിംപ്ലാസം തിയറി. അപ്പൊ എന്താണ് ജെയിംപ്ലാസം തിയറി? നമ്മൾ എവല്യൂഷനിൽ തിയറി ഓഫ് എവല്യൂഷൻ പഠിക്കുമ്പോൾ ലാമാർക്കിസത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തിയറി എന്നുള്ള ലെവലിൽ നമ്മൾ ഈ ജെയിംപ്ലാസം തിയറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്, പറയാറുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്കെല്ലാം ഈ നമ്മുടെ ഈ ജെയിംപ്ലാസം തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് വീസ്മാൻ ആണ്. ഓഗസ്റ്റ് വീസ്മാൻ ആണ് ജെയിംപ്ലാസം തിയറി
കൊണ്ടുവന്നിരിക്കുന്നത് വീസ്മാൻ, വീസ്മാൻ, ഓഗസ്റ്റ് വീസ്മാൻ ആണ് ജെയിം ബ്ലാസം തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. വീസ്മാൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു തിയറി എഴുതി പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എലികൾ നടത്തിയ പരീക്ഷണം ഉണ്ട് അല്ലേ. ഒരു എലിയെ കൊണ്ടുവന്നിട്ട് ഒരു ആണെലിയും പെണ്ണെലിയും കൂടെ കൊണ്ടുവന്നിട്ട്, അതായത് ഒരു 2 സെക്സിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ വാല് മുറിച്ചിട്ട് അതിനെ മേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ 20ഓളം ജനറേഷൻസ് ഉണ്ടാക്കിയിട്ടും 21ാമത്തെ ജനറേഷനിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ വാല് മുറിച്ച്, അതായത് വാല് മുറിച്ചിട്ട് മേറ്റ് ചെയ്യിപ്പിക്കും രണ്ടിനെയും, ആണിനെയും പെണ്ണിനെയും. പക്ഷെ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം വാലുള്ളവർ തന്നെയായിരുന്നു. അതായത് ആദ്യം കൊണ്ടുവന്ന് മെയിലും ഫീമെയിലും കൂടെ കൊണ്ടുവന്നിട്ട് അതിനെ വാല് മുറിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അവരെ കുഞ്ഞുങ്ങളെ വീണ്ടും ഇതേ കണക്ക് ചെയ്യിപ്പിക്കുന്നു, വാല് മുറിക്കുന്നു, മേറ്റ് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ 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 പോയി 20 തരത്തിൽ നടത്തിയപ്പോഴും വാലുണ്ടാകുന്ന കുട്ടികൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് 21ാമത്തെയും ഇതേപോലെ നടത്തിയപ്പോഴത്തേക്കും വാലുണ്ടാക്കുന്ന കുട്ടികൾ തന്നെ ഇങ്ങനെ ഉണ്ടായി. ആ ഒരു തിയറി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇതിനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ലാമാർക്കിസത്തെയൊക്കെ നിരാകരിക്കുന്നത്, അല്ലെങ്കിൽ ലാമാർക്കിസത്തെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതായത് ഓഗസ്റ്റ് വെയ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയിം ബ്ലാസം തിയറി നമ്മൾ വെയ്സ്മാന്റെ ജെയിം ബ്ലാസം തിയറി നമ്മൾ വളരെ വൃത്തിയായിട്ട് പിന്നീട് പഠിക്കും. അദ്ദേഹം പറയുന്നത്, ജെയിം ബ്ലാസം തിയറി പറയുന്നത് ബോഡി ഓഫ് ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ടൈപ്പ് ഓഫ് സെൽസ് അല്ലെ. അതായത് ഒരു ജന്തുവിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 2 തരം കോശങ്ങൾ കൊണ്ടെന്നാണ്. 2 തരം കോശങ്ങളാലാണ്. ഓക്കെ, 2 തരം കോശങ്ങളാലാണ് ഒരു ജീവിയുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ 2 തരം കോശങ്ങൾ ഏതാണ്? ഒന്നാമത്തതിന് അദ്ദേഹം വിളിച്ചു സൊമാറ്റിക് സെൽസ്, സൊമാറ്റിക് കോശങ്ങൾ. ഒന്നാമത്തതിനെ അദ്ദേഹം സൊമാറ്റിക് കോശങ്ങൾ എന്ന് വിളിച്ചു. രണ്ടാമത്തതിനെ അദ്ദേഹം വിളിച്ചത് ജെയിം സെൽസ്, ജെയിം സെൽസ്. അതായത് സൊമാറ്റിക് കോശങ്ങളെ നമ്മൾ സൊമാറ്റോപ്ലാസം എന്നും പറയാറുണ്ട്. സൊമാറ്റിക് കോശങ്ങൾ അല്ലെങ്കിൽ സൊമാറ്റോപ്ലാസം. ജെയിം സെൽസിനെ അല്ലെങ്കിൽ ജെയിം കോശങ്ങളെ ആണെങ്കിൽ ജെയിം പ്ലാസം എന്നും വിളിക്കും. ജെയിം പ്ലാസം. അപ്പൊ ഇങ്ങനെ ഈ സൊമാറ്റിക് കോശങ്ങൾ കൊണ്ടും ജെയിം സെൽസ് അല്ലെങ്കിൽ ജെയിം പ്ലാസം എന്ന് പറഞ്ഞാൽ 2 തരം കോശങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു ജീവിയുടെ ശരീരം അല്ലെങ്കിൽ ബോഡി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടിനും പല സവിശേഷതകളുണ്ട്. അതായത് സൊമാറ്റിക് കോശങ്ങൾ മുമ്പ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. സൊമാറ്റിക് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് സെൽസ് അല്ലെങ്കിൽ സൊമാറ്റോപ്ലാസം കോൺസ്റ്റിറ്റ്യൂട്ട് ബോഡി സെൽസ് എക്സെപ്റ്റ് ദ സെൽസ് ഓഫ് ദി ഗൊണാഡ്സ് എന്നുള്ളതാണ്. അതായത് സൊമാറ്റിക് കോശങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവ കൊണ്ട് എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങളാണ്, ശരീരകോശങ്ങളാണ്, ഗൊണാഡ്സുകള്, അണ്ടവും പുംബീജവും അങ്ങനെയുള്ള ലൈംഗിക കോശങ്ങള്, ഗൊണാഡുകള് ഒരിക്കലും നിർമ്മിക്കപ്പെടത്തില്ല. എന്നാൽ ജെയിം സെൽസ് ആണെങ്കിലോ, ജെയിം സെൽസ് എന്ന് വെച്ചാൽ സെക്സ് സെൽസ്, അതായത് സെൽസ് ഓഫ് ദ ഗൊണാഡ്സ്, ഗൊണാഡിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ലൈംഗിക കോശങ്ങളാണ് ജെയിം കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി സൊമാറ്റിക് കോശങ്ങൾ, അതായത് എനി ക്യാരക്ടേഴ്സ് അക്കേർഡ് ബൈ ദ സൊമാറ്റിക് സെൽസ് ഇൻ നോട്ട് ഇൻഹെറിറ്റൻസ് എന്നാണ്, അല്ലെങ്കിൽ ഹെറിറ്റബിൾ എന്നാണ്. അതായത് ഈ സൊമാറ്റിക് കോശങ്ങൾ വഴി ശരീരകോശങ്ങൾ വഴി ഒരു തരത്തിലുള്ള വംശപാരമ്പര്യവും നടക്കുന്നില്ല. വംശപാരമ്പര്യങ്ങൾ, അതായത് ചേഞ്ചസ് ഒക്കറിംഗ് ഇൻ ദ ജെയിം പ്ലാസം can be get transmitted to the next generation. എപ്പോഴും സ്വഭാവങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ചേഞ്ചസ് സാധ്യമാകുന്നത് ഈ ജെയിം കോശങ്ങൾ മുഖേനയാണ്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറയുന്നത്
മൂന്നാമതായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ സൊമാറ്റോപ്ലാസം വിൽ പെരിഷ് ദ ഡെത്ത് ഓഫ് ഓർഗാനിസം എന്നാണ്. ഡെത്ത് ഓഫ് ദ ഓർഗാനിസം, അതായത് മരണത്തോടു കൂടി. അതൊരു ജൂഡോ സയൻസ് ആയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഓക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, സയൻസ് ആണല്ലോ, ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പം ഈ സൊമാറ്റിക് കോശങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ, ഒരു ജീവിയുടെ മരണത്തോടു കൂടി നശിക്കപ്പെടുന്നു, ഇല്ലാതായി പോകുന്നു. ബട്ട് ജേം പ്ലാസം ഓർ ജേം സെൽസ് ഓർ ജേം കോശങ്ങൾ വിൽ നോട്ട് പെരിഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ഓർഗാനിസം. ഒരിക്കലും ജേം പ്ലാസം എന്ന് പറയുന്നത്, ജേം കോശങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ, ഒരു ഓർഗാനിസത്തിന്റെ മരണത്തോടു കൂടി നശിക്കപ്പെടുന്നതല്ല. സൊമാറ്റിക് കോശങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് പോയി, തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റിക് കോശങ്ങൾക്ക് അദ്ദേഹം പറയുന്നു ഒരു തുടർച്ചയില്ലാത്ത കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് സൊമാറ്റിക് കോശങ്ങൾ. ഇത് ഇതേപോലെ തന്നെ നമ്മളിത് എവല്യൂഷനിൽ പഠിക്കണം, നമ്മളോട് ചോദിക്കും. എന്നാല് കണ്ടിന്യൂറ്റി, ജനറേഷൻ ടു ജനറേഷൻ തുടർച്ചയായിട്ടുള്ള തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന കോശങ്ങളാണ് ജേം പ്ലാസം, ജേം കോശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ തലമുറകളിൽ നിന്നും തലമുറയിലേക്ക് വ്യാപരിക്കാത്ത ഒരാള് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ നശിക്കപ്പെടുന്ന കോശമാണ് സൊമാറ്റിക് കോശങ്ങൾ. എന്നാൽ തലമുറയിൽ നിന്നും തലമുറയിലേക്ക് വ്യാപരിക്കുന്ന തുടർച്ചയുള്ള കോശങ്ങളാണ് എന്ന് പറയുന്നത് ജേം കോശങ്ങൾ എന്ന് പറയുന്നത്. പിന്നെതാ ഞാൻ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടു പോകുമ്പോഴത്തേക്ക്, ഓർഗാനിസം ചത്തു പോകുമ്പോഴത്തേക്ക് ആ കോശങ്ങൾ, സൊമാറ്റിക് കോശങ്ങൾ, സൊമാറ്റോപ്ലാസം നശിച്ചു പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർട്ടലായിട്ടുള്ള നശിക്കപ്പെട്ടു പോകുന്ന കോശങ്ങളാണ്, മോർട്ടലായിട്ടുള്ള കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് സൊമാറ്റിക് കോശങ്ങൾ. നശിക്കപ്പെട്ടു പോകുന്ന കോശങ്ങളാണ് സൊമാറ്റിക് കോശങ്ങൾ. എന്നാൽ നശിക്കപ്പെടാത്ത ഇമ്മോർട്ടലായിട്ടുള്ള തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് വ്യാപരിക്കുന്ന കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജേം കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നമ്മുടെ ലാമാർക്കിന്റെ കുറെ തിയറികളെയൊക്കെ നിരാകരിച്ചിരിക്കുന്നു. ലാമാർക്ക് കുറെ മണ്ടത്തരങ്ങൾ, അന്ന് മണ്ടത്തരമല്ലായിരുന്നു അല്ലേ? ലാമാർക്ക് കുറെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട്. ലാമാർക്കിസം എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി അല്ലെ? അദ്ദേഹം 1809 ഫിലോസഫിക് സോളൈക്യൂ എന്ന് പറഞ്ഞ ടെക്സ്റ്റിലൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പം അതൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിരാകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് അവസരത്തിൽ എവല്യൂഷനെ പഠിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. ഒരുപാട് ഉദാഹരണങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ജേം പ്ലാസം സിദ്ധാന്തം ഇവിടെ പറയുമ്പോഴത്തേക്ക്, ഓഗസ്റ്റ് വെയ്സ്മാന്റെ ജേം പ്ലാസം തിയറി പറയുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ ജേം പ്ലാസം തിയറിയിൽ നമ്മൾ നേരത്തെ വാൻ ബെനിഡൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ബീജകോശങ്ങൾ എപ്പോഴും ഹാപ്ലോയിഡ് ആണ്, ബീജകോശങ്ങൾ ഏകപ്ലോയിഡ് ആണ്, ബീജകോശങ്ങൾ എപ്പോഴും n നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞ കാര്യം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം കണ്ടെത്തി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അനുകരിച്ചു പറയുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യം ജേം പ്ലാസം തിയറിയിൽ ഇവിടെ ഓഗസ്റ്റ് വെയ്സ്മാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യം, ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇതിന്റെ ഒരു സാംക്ഷിക രൂപം തന്നെയാണ്. അതായത് ഒരു ബീജകോശം രൂപീകരിക്കപ്പെടുന്ന വേളയിൽ, ഒരു ബീജകോശം ഉണ്ടാകുന്ന വേളയിൽ ബീജകോശങ്ങൾ എന്താവണം? അതായത് അണ്ഡം ഉണ്ടാകുമ്പോഴത്തേക്ക്, അണ്ഡം എപ്പോഴാണോ രൂപപ്പെടുന്നത്, ഒരാളുടെ, ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അണ്ഡം എപ്പോഴാണോ രൂപപ്പെടുന്നത് ആ സമയത്ത് അണ്ഡം n നമ്പർ ആയിരിക്കണം. ഒരു ആൺകുട്ടിയുടെ ശരീരത്തിൽ എപ്പോഴാണോ പുംബീജം രൂപപ്പെടുന്നത്, പുംബീജം ഉണ്ടാവുന്നത്, ആ പുംബീജം ഉണ്ടാവുന്ന സമയത്ത് പുംബീജം n നമ്പർ ആയിരിക്കണം, ഏകപ്ലോയിഡ് ആയിരിക്കണം, ഹാപ്ലോയിഡ് ആയിരിക്കണം. അങ്ങനെ ബീജകോശം രൂപീകരിക്കപ്പെടുന്ന സമയത്ത്, ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ബീജകോശങ്ങൾ n നമ്പർ ആകണമെങ്കിൽ, ഏകപ്ലോയിഡ് ആകണമെങ്കിൽ, ഹാപ്ലോയിഡ് ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു ഡിവിഷൻ നടക്കണം. ആ ഡിവിഷൻ എന്ന് പറയുന്നതാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു റിഡക്ഷൻ ഡിവിഷൻ സാധ്യമാകണം. അങ്ങനെ നടക്കുന്ന ആ റിഡക്ഷൻ ഡിവിഷനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്തെന്ന്? ദാറ്റ് റിഡക്ഷൻ ഡിവിഷൻ ഈസ് നോൺ ആസ്
ഊനഭംഗം. ആ റിഡക്ഷൻ ഡിവിഷനെയാണ് നമ്മൾ ഊനഭംഗം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മിയോസിസ് എന്ന് വിളിക്കുന്നത്. മിയോസിസ് എന്ന് വിളിക്കുന്നത് ഊനഭംഗം അഥവാ മിയോസിസ്. മിയോസിസ് നടക്കണം. മിയോസിസ് നടന്നിട്ടാണ് എന്താവുന്നത്? ഈ അണ്ഡകോശങ്ങളും പുംബീജകോശങ്ങളും n നമ്പർ ആയിട്ട് മാറ്റപ്പെടുന്നത്. ഇങ്ങനെ, അതായത് ബീജകോശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത്, ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ബീജകോശങ്ങള് ഹാപ്ലോയിഡ് ആയിട്ട് മാറണം. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു വിഭജനം സാധ്യമാകണം, ഒരു ഡിവിഷൻ സാധ്യമാകണം, ഊനഭംഗം സാധ്യമാകണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ഇങ്ങനെ, അതായത് ബീജകോശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് അവിടെ ഒരു വിഭജനം സാധ്യമാകണം, എങ്കിൽ മാത്രമേ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് അവിടെ രൂപപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ n നമ്പർ ഏകപ്ലോയിഡിയോടെ സാധ്യമാകത്തുള്ളൂ എന്ന് പറഞ്ഞ ആളും കൂടിയാണ് നമ്മുടെ വീസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ, അതായത് നമ്മൾ ഈ പറഞ്ഞ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് റിഡക്ഷൻ ഡിവിഷൻ നടക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ബീജകോശങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ബീജകോശ രൂപീകരണ വേളയിൽ ബീജകോശം ഹാപ്ലോയിഡ് ആയിട്ട് മാറണമെന്നും, അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു റിഡക്ഷൻ ഡിവിഷൻ നടക്കണമെന്നും, ഊനഭംഗം നടക്കണമെന്നും, മിയോസിസ് നടക്കണമെന്നും പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഓഗസ്റ്റ് വീസ്മാൻ എന്ന് പറയുന്നത്. അതിനെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ തിയറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ജെയിം ബ്ലാസം തിയറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജകോശ രൂപീകരണ വേളയിൽ ഊനഭംഗം സാധ്യമാകുന്നു, ഊനഭംഗം നടക്കുന്നു. ഓക്കെ, അതിന്റെ ബേസിലാണ് ഇദ്ദേഹം എന്തുണ്ടാക്കിയത്? നമ്മുടെ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന തിയറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് വീസ്മാൻ അല്ലെ. ഇപ്പോൾ ആ ഓഗസ്റ്റ് വീസ്മാന്റെ ആ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് പരിഷ്കരിച്ചിട്ടുണ്ട്. ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി എന്നോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ വിളിക്കുന്ന തിയറി, അതിന്റെ ബേസിക് എന്ന് പറയുന്നത്, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഓഗസ്റ്റ് വീസ്മാന്റെ ഈ തിയറിയാണ്. ഏതാണ്? ജെയിം ബ്ലാസം എന്ന് പറയുന്ന തിയറിയാണ് അല്ലെ. അതായത് ക്രോമസോം തിയറി ഓഫ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ തിയറിക്ക് അടിത്തറ ഉണ്ടാക്കിയത്, ഈ തിയറിക്ക് അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് ജെയിം ബ്ലാസം തിയറിയാണ്. ഓക്കെ, ജെയിം ബ്ലാസം തിയറിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ധാരാളം പഠിക്കാനുണ്ട്. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട്, ക്രോമസോമുകളുമായിട്ട് ബന്ധപ്പെട്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോമുകളുമായിട്ട് ബന്ധപ്പെട്ട്, ക്രോമസോമിന്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട്, ക്രൊമാറ്റിക് റെട്ടിക്കുലത്തെ കുറിച്ച്, ന്യൂക്ലിയോസോമുകളെ കുറിച്ച്, ന്യൂക്ലിയോളസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ക്രോമസോമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. ക്രോമസോം കണ്ടുപിടിച്ചത് ആര്? അതായത് ക്രോമസോം സ്റ്റാൻഡ് ദ കേരി ഹെറിഡിറ്ററി മെറ്റീരിയൽ അല്ലെ. ക്രോമസോം എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി മെറ്റീരിയൽ, തലമുറയിൽ നിന്നും തലമുറയിലേക്ക് തുടർന്നു പോകുന്ന ആ ഒരു ഹെറിഡിറ്ററി മെറ്റീരിയൽ ആണ് ക്രോമസോംസുകൾ എന്ന് പറയുന്നത്. ആ ക്രോമസോമിനെ കണ്ടെത്തുന്നത് 1849 1849 ക്രോമസോം കണ്ടെത്തുന്നത്. 1849 ഹോഫ്മെയ്സ്റ്റർ, ആരാണ്? ഹോഫ്മെയ്സ്റ്റർ, HOFMEISTER, ഹോഫ്മെയ്സ്റ്റർ. അത് മലയാളീകരിച്ച് തരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എഴുതുന്നത് അറിയത്തില്ല. ഹോഫ്മെയ്സ്റ്റർ ആണ് ക്രോമസോമിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പൊ ക്രോമസോം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് ക്രോമസോം കണ്ടെത്തിയത്? ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് ഹോഫ്മെയ്സ്റ്റർ ആണ്. 1849 ഹോഫ്മെയ്സ്റ്റർ ക്രോമസോം കണ്ടെത്തുന്നത്. അത് കഴിഞ്ഞിട്ട് 1849 മനസ്സിലായില്ലേ? അന്ന് ക്രോമസോമിനെ കണ്ടെത്തുമ്പോൾ ഈ ക്രോമസോം എന്ന് പറയുന്ന വേർഡില്ല. മനസ്സിലായില്ലേ? ഈ ക്രോമസോം എന്ന് പറയുന്ന വേർഡില്ല. ജനിതക മെറ്റീരിയൽ അല്ലെങ്കിൽ
ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്നുള്ളൊരു നിലയ്ക്കാണ് ഹോഫ്മേസ്റ്റർ ആദ്യമായിട്ട് ഈ ക്രോമസോമിനെ കണ്ടെത്തുന്നത്. ഇനി ആ ക്രോമസോമിന് ദ ടേം ക്രോമസോം, ആ വാക്ക്, ആ പദം ക്രോമസോം എന്ന് പറയുന്ന പദം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ബൈ ദ സയന്റിസ്റ്റ് ഇൻ 1888. 1888 വാൾഡെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, വാൾഡെയർ വാൾഡെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. വാൾഡെയർ ആണ് ആദ്യമായിട്ട് ക്രോമസോം എന്ന് പറയുന്ന പേര് നൽകുന്നത്. നമ്മൾ സെല്ല് പഠിച്ചപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു, ആദ്യമായിട്ട് സെല്ല് കണ്ടെത്തിയതും ആ പേര് കൊടുത്തതും ഒക്കെ. അതുപോലെ തന്നെ വാൾഡെയർ ആണ് ആദ്യമായിട്ട് ക്രോമസോം എന്ന് പറയുന്ന പേര് നൽകുന്നത്. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്നുള്ളത് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ മുന്നേ പറഞ്ഞു എന്താണ്, ജേംപ്ലാസം തിയറിയുടെ ചുവട് പിടിച്ചു അല്ലെ? ജേംപ്ലാസം തിയറിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത്, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ തിയറി വരുന്നത്. അപ്പം ആ ക്രോമസോം തിയറി എന്ന് പറഞ്ഞിട്ട് ഈ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കിയത് ഇന്ന് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് വെയ്സ്മാൻ അല്ല. ഓഗസ്റ്റ് വെയ്സ്മാനെ പറ്റി പറയുമ്പോൾ ജേംപ്ലാസം തിയറി എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കും ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോം തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്രോമസോം സിദ്ധാന്തം എല്ലാവർക്കും അറിയാം. ക്രോമസോം സിദ്ധാന്തം രൂപീകരിച്ചിരിക്കുന്നത് ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. ആ രണ്ട് തിയറിയും അല്ലെങ്കിൽ ആ തിയറി, ആ രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഒരു തിയറി ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? നമുക്കറിയാം, സട്ടൺ ആൻഡ് ബോവേറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അല്ലെ? സട്ടൺ ആൻഡ് ബോവേറി അല്ലെ? സട്ടനും ബോവേറിയുമാണ്. സട്ടൺ ആൻഡ് ബോവേറിയാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ക്രോമസോം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സട്ടനും ബോവേറിയാണ്. ക്രോമസോം കണ്ടെത്തുന്നത് അതൊരു ഹെറിഡിറ്ററി മെറ്റീരിയലായി, വംശപാരമ്പര്യം നിലനിർത്തുന്ന എന്തോ ഒരു വസ്തു എന്ന നിലയ്ക്ക് ഹോഫ്മേസ്റ്റർ 1849 ക്രോമസോമിനെ കണ്ടെത്തുന്നു. അതിനുശേഷം അതിന് ക്രോമസോം എന്നുള്ള പേര് 1888 വാൾഡെയർ കൊടുക്കുന്നു. അതിനുശേഷമാണ് ക്രോമസോം സിദ്ധാന്തം ആരുടെ ചുവട് പിടിച്ച്, നമ്മുടെ ജേംപ്ലാസം തിയറിയുടെ, ഓഗസ്റ്റ് വെയ്സ്മാന്റെ തിയറി അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ക്രോമസോം തിയറി ഉണ്ടാകുന്നത്, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് അതുണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ സട്ടൺ ആൻഡ് ബോവറി. സട്ടനും ബോവറിയും കൂടെ ചേർന്നിട്ടാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഈ കോശവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോശത്തെ കുറിച്ച് അധികമായിട്ട് പഠിക്കാൻ നമുക്കറിയാം. കോശം കണ്ടെത്തുന്നത് തന്നെ ആ സൂക്ഷ്മദർശിനിയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയാണെന്ന് പറഞ്ഞു അല്ലെ? എന്നാലേ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ ഈ കോശങ്ങളെയൊന്നും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംവിധാനം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോശ വിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ട്, കോശ ജൈവശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് മൈക്രോസ്കോപ്പ്. അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള സാധനം നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മളിത് മൈക്രോബയോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന കാര്യം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടെത്തലോട് കൂടിയാണ്, അതായത് 1931 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. ആരൊക്കെ ചേർന്ന്? നോൾ ആൻഡ് റസ്ക അല്ലെ? നോളും അതുപോലെ തന്നെ റസ്ക എന്ന് നമ്മൾ പറയാം. നോൾ ആൻഡ് റസ്ക അല്ലെങ്കിൽ ഏൺ റസ്ക് എന്ന് ഇംഗ്ലീഷ് വിളിക്കും. ഏണസ്റ്റ് റസ്ക, RUSK, ഏണസ്റ്റ് റസ്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നോൾ ആൻഡ് റസ്ക എന്ന് കാണും, അല്ലെങ്കിൽ വെറുതെ ഏണസ്റ്റ് റസ്ക് എന്നേ കാണത്തുള്ളൂ കേട്ടോ. ഏറ്റവും പിന്താങ്ങി പറയുന്നത് ഏണസ്റ്റ് റസ്ക എന്നുള്ള 1931 ഏൺസ്റ്റ് റസ്കയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത് അല്ലെ?
നമുക്കറിയാം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, സെമ്മും ഉണ്ട് അല്ലെ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചതാണ്, സെമ്മും ഉണ്ട് അതുപോലെ തന്നെ ടെമ്മും ഉണ്ട്, സെം ആൻഡ് ടെം അല്ലെ. സെമ്മും ഉണ്ട് ടെമ്മും ഉണ്ട്, 2 തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉണ്ട്. സെം മീൻസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ടെം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെ. ഒന്ന് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, രണ്ടാമത്തത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആകുമ്പോഴത്തേക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള വിഭജിച്ചു പോകുന്ന ഇലക്ട്രോണുകളാണ് ഉപയോഗിക്കുന്നത്. സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെയാണ് സ്കാനിങ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് അല്ലെ. സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനാണ് ഉപയോഗിക്കുന്നത്. ഇതിലാണെങ്കിലോ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, അതായത് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർഫസിന്റെ കോമ്പോസിഷൻ മാത്രം അല്ലെ, സാമ്പിൾ സർഫസ് ആൻഡ്, അതായത് പുറമേയുള്ള കാര്യങ്ങൾ, ഒരു സാമ്പിളിന്റെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് സെമ്മിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ടെമ്മിലൂടെ ആണെങ്കിലോ ഡീറ്റെയിൽഡ് അബൌട്ട് ഇന്റേണൽ കോമ്പോസിഷൻ, ഒന്ന് പെരിഫറൽ ആയിട്ടുള്ള, സെമ്മിലാണെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പുറമെ ഒരു സെൽസിന്റെ പുറമേയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ടെമ്മിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇന്റേണൽ കോമ്പോസിഷൻ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും ടെമ്മില്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഇനി സെമ്മിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പെരിഫറൽ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ദ ലാർജ് എമൗണ്ട് ഓഫ് സാമ്പിൾ ടു ബി അനലൈസ്ഡ് അറ്റ് എ ടൈം എന്നുള്ളതാണ്. ഒരുപാട് എമൗണ്ട് ഓഫ് കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടൈമിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ ടെമ്മിലേക്ക് വരുമ്പോഴത്തേക്ക് സ്മാൾ എമൗണ്ട് ഓഫ് സാമ്പിളേ പറ്റത്തുള്ളൂ. കാരണം അകത്തേക്ക് കയറി പോകണം, ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. അപ്പൊ വളരെ കുറച്ച് എമൗണ്ട് മാത്രം സാമ്പിൾ മാത്രമേ അവിടെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ സെമ്മിലൂടെ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും 3 ഡയമെൻഷണൽ ആയിട്ടുള്ള 3D ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ടെമ്മിലാണെങ്കിൽ 2D ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള കാരണം ഇത് നമ്മൾ മൈക്രോബയോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒന്നും കൂടി റിവിഷന് വേണ്ടി ഒന്ന് പറഞ്ഞിട്ട് പോയെന്നേ ഉള്ളൂ. അതുപോലെ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് അല്ലെ. ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സെൽ ബയോളജി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ധാരാളം ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഫ്ലൂറസെന്റിലാണെങ്കിൽ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി അല്ലെ. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഫ്ലൂറസെന്റ് ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിച്ചത് അല്ലെ. ഇപ്പൊ ട്യൂബർക്കുലോ ബാസിലസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ ആണെന്ന് വെച്ചാൽ ഒറാമൈൻ അല്ലെ, നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ഓറാമൈൻ എന്ന് പറയുന്ന ഡൈ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡാമൈൻ എന്ന് പറയുന്ന ഡൈ ഉപയോഗിക്കുന്നുണ്ട് TB-യിലാണെങ്കിൽ. അതുപോലെ മലേറിയൽ പാരസൈറ്റ്സിലാണെങ്കിലോ മലേറിയയിലാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, മറ്റേ എന്താ പറയാ, അക്രിഡിൻ ഓറഞ്ച് അല്ലെ. അക്രിഡിൻ ഓറഞ്ച് ആണ് മലേറിയയിൽ ഉപയോഗിക്കുന്ന ഡൈ എന്ന് പറയുന്നത്. പിന്നെ ഫംഗസ്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ ഫംഗസിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫംഗസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, മറ്റേ കാൽക്കോഫ്ലോർ വൈറ്റ് ആണ്. കാൽക്കോഫ്ലോർ വൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കാൽക്കോഫ്ലോർ വൈറ്റ് ആണ് ഫംഗസിന് ഉപയോഗിക്കുന്നത്, ഫംഗസ് കാണാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം TB ട്യൂബർക്കുലോ ബാസിലസിൽ ഒറാമൈനും റോഡാമൈനും എന്ന് പറഞ്ഞ ഡൈ ഉപയോഗിക്കുന്നു. മലേറിയയിൽ അക്രിഡൈൻ ഓറഞ്ച്, ഫംഗസിലാണെങ്കിൽ കാൽക്കോഫ്ലോർ വൈറ്റ് എന്ന് പറയുന്ന ഡൈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ പഠിച്ച മറ്റൊരു മൈക്രോസ്കോപ്പാണ് ഫേസ് കോൺട്രാസ്റ്റ് അല്ലെ. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അതിൽ നമ്മൾ പഠിച്ച ലൈറ്റ് ട്രാവൽസ് ഇൻ ടു ഡിഫറെന്റ് ഫേസ് എന്നുള്ള ലെവലിൽ അല്ലെ. 1934 ആര്, സെറിക് 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 1934 സെറിക് ആണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ലൈറ്റിന്റെ 2 വ്യത്യസ്തമായിട്ടുള്ള ഫേസ് അവസ്ഥകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അതായത് ഇന്റേണൽ ഡീറ്റെയിൽസിനെ, അതായത് ഏറ്റവും ഉള്ളിലോട്ടുള്ള
കാര്യങ്ങളെയും അതുപോലെ അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്റ്റെയിൻ ചെയ്യാത്ത സാധനങ്ങളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അൺസ്റ്റെയിൻ, പരീക്ഷ ചോദിക്കാം, സ്റ്റെയിനിങ് ചെയ്യാത്ത വസ്തുക്കളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? ഫേസ് കോൺട്രാസ്റ്റ് ആണോ, ഇലക്ട്രോ മൈക്രോസ്കോപ്പി ആണോ, അല്ലെങ്കിൽ ടെം ആണോ, സെം ആണോ, അതിൽ സെപ്പറേറ്റ് ചെയ്ത് ചോദിച്ചു കളയാം, അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഫേസ് കോൺട്രാസ്റ്റിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല? അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. പിന്നെ ഇന്റേണൽ സ്ട്രക്ചർ, വളരെ ഉള്ളിലോട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള അകത്തുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ഫേസ് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതിനുപയോഗിക്കുന്ന അത് കണ്ടുപിടിച്ച 34-ലാണ്, സെറിക് ആണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ആ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ എന്താ പറയുക, ഈ സെൽ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം ഉണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ, ജനറ്റിക് കോഡ് അല്ലേ, നമുക്കറിയാം ജനറ്റിക് കോഡ് നമ്മൾ നമുക്ക് പഠിക്കാനുള്ളതാണ് ജനിതക സജ്ഞ അല്ലേ, ജനിതക സജ്ഞ എന്ന് പറയുന്നത്, ജനറ്റിക് കോഡ് അല്ലെങ്കിൽ ജനിതക സജ്ഞ എന്ന് പറയുന്ന സംഭവം കണ്ടെത്തിയതാര്? ജനറ്റിക് കോഡ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1968 അല്ലേ. ആരൊക്കെയാണ്? മാർഷൽ അല്ലേ, പിന്നെ നിരൻബർഗ്, പിന്നെന്താണ് ഖൊരാന അല്ലെ, ഹർഗോവിന്ദ് ഖൊരാന, നമുക്കറിയാം ഇന്ത്യൻ വംശജനാണ് ഖൊരാന. അതുപോലെ തന്നെ ഹോളി അല്ലെ. ഇത്രയും പേര് ചെന്നിട്ടാണ് ആ ജനറ്റിക് സജ്ജ. ഓക്കെ, ജനറ്റിക് സജ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് 1968 മാർഷലും നിരൻബർഗും ഖൊരാനയും ഹോളിയും കൂടെ ചെന്നിട്ടാണ് ജനറ്റിക് കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്കറിയാം, നിങ്ങൾ SCERT പഠിച്ചിട്ടായിരിക്കും, ഹർഗോവിന്ദ് ഖൊരാന എന്തുണ്ടാക്കുന്നത്? കൃത്രിമ ജീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ, കൃത്രിമ ജീൻസ് ഉണ്ടാക്കുന്നത് ഹർഗോവിന്ദ് ഖൊരാന എന്നാണ് 1970. ഓക്കെ, 1970 ഹർഗോവിന്ദ് ഖൊരാന എന്തുണ്ടാക്കുന്നത്? കൃത്രിമ ജീനുകളെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം അവിടെ പഠിക്കാനുള്ളത്, ഈ കൃത്രിമമായിട്ട് ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, കൃത്രിമ ജീന് 70 ഹർഗോവിന്ദ് ഖൊരാന. എന്നാൽ അത് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, കൃത്രിമമായി ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ് എന്നോ ന്യൂക്ലിക് അമ്ലങ്ങളെന്നോ ചോദിക്കാം. കൃത്രിമമായിട്ട് ന്യൂക്ലിക് അമ്ലം എന്ന് പറയുമ്പോൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ 2 DNA-യും RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ കൃത്രിമമായി ബാക്ടീരിയൽ ന്യൂക്ലിക് അമ്ലങ്ങൾ നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 1959 ആർതർ കോൺബർഗ് ആണ്. ആരാണ്? ആർതർ കോൺബർഗ്. അപ്പം 1959 ആർതർ കോൺബർഗ് ആണ് കൃത്യമായ ഒരു ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ്, ഓക്കെ, ഒരു ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡിനെ ഉണ്ടാക്കി കൃത്രിമമായിട്ട്. ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ് ആകുമ്പോഴത്തേക്ക് RNA ഉള്ള ബാക്ടീരിയ ഉണ്ട്, DNA ഉള്ള ബാക്ടീരിയാസും ഉണ്ട്, നമുക്കറിയാം. പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു കൃത്രിമമായിട്ട് ബാക്ടീരിയൽ ന്യൂക്ലിക് അമ്ലം നിർമ്മിച്ചത് 1959 ആർതർ കോൺബർഗ് ആണ്. അപ്പൊ ഇത്രയുമാണ് അതിന്റെ നമ്മുടെ സെൽ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാനുള്ള സയന്റിസ്റ്റ് കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. ഇനി ഇതിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അത് നമ്മൾ
ക്ലബ് ചെയ്തായിരിക്കും എടുക്കുന്നത്. കാരണം മൈക്രോ ബയോളജിയിൽ വരുന്നുണ്ട്, സെൽ ബയോളജി, അതായത് തേർഡിലും തേർഡ് മോഡ്യൂളിലും വരുന്നുണ്ട്, 7th മോഡ്യൂളിലും വരുന്നുണ്ട്. മൈക്രോ ബയോളജിയായിട്ട് ബേസ് ചെയ്ത് വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. അതായത് ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുമ്പോൾ, ബാക്ടീരിയ സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വരുന്നുണ്ട് അല്ലേ. മൈക്രോ ബയോളജിനെ 2 സെക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, 2 രീതിയിൽ വരുന്നുണ്ട്, 2 സെക്ഷനിൽ നമ്മളെ സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലബ് ചെയ്തായിരിക്കും ക്ലാസ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ലാസ്റ്റ് ഒന്നുകൂടി പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 999 ആണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭ്യമാകും. PDF നോട്ട്സ്, ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാംസ് ഇതെല്ലാം ലഭ്യമാകും. അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ആ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്പർ എന്ന് പറയുന്നത് 77 36 75 0473. ഈ നമ്പറാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നത്. ഓക്കെ, താങ്ക് യു.